ഇരിക്ക് എല്ലാവരും ഇരിക്ക്. എല്ലാവരും ഫോണെല്ലാം കൊണ്ടുവന്നിട്ടില്ലേ? ഫോൺ എടുക്കാണ്ട് ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ആരെന്ന് രാവിലെ വീഡിയോ അപ്ലോഡ് ചെയ്യാണ്ട് വന്നവർ? വേഗം പറഞ്ഞോ. അറിയില്ലേ രാവിലെ തന്നെ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടാ വരണ്ടേന്നുള്ളത്? ഒരു ഹോംവർക്കും ചെയ്യണ്ട കേട്ടോ, ഇങ്ങനെ നടന്നാൽ മതി. എന്ത് ചിന്നു ഫോൺ എടുത്തിട്ടില്ല എന്നാ? പിന്നെ എന്തിനാ നീ ഇന്ന് ക്ലാസ്സിലേക്ക് വന്നത്? എങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യുക? ആ ഷോർട്ട് പോളിസി എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കുക? കോപ്പി റൈറ്റും ചെക്ക് ചെയ്യണമെന്ന് ഇട്ടോ, എല്ലാ പൈസയും കളഞ്ഞോ കേട്ടോ. ഇങ്ങനെ ആയാലും ഒന്നും ശരിയാവില്ല. എന്തെങ്കിലും എല്ലാ ദിവസവും ഫോൺ എടുക്കാണ്ട് ആരും വരും വേണ്ട, വീഡിയോ അപ്ലോഡ് ചെയ്യാണ്ടും വരണ്ട. ഇന്ന് ആകെ ഒരേ ഒരാൾ മാത്രമേ അപ്ലോഡ് ചെയ്യാണ്ട് വന്നിട്ടുള്ളൂ. എന്തുകൊണ്ട് അപ്ലോഡ് ചെയ്യാണ്ടെന്നിനി? നിങ്ങൾക്ക് വരുമാനമൊന്നും വേണ്ട? നല്ല അടിപൊളി കണ്ണെല്ലാം എഴുതിയിട്ട് വന്നിട്ടുണ്ടല്ലോ. എന്നാൽ പിന്നെ അതൊരു ഗെറ്റടി വിത്തിമേറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇന്നൊരു വീഡിയോ ആവൂലായിരുന്നോ? എന്നാ നിങ്ങളല്ലേ കളിച്ചു കൂട്ടുന്നത്? നിങ്ങൾക്കൊന്നും പാസ്സാവൊന്നും വേണ്ടേ? എല്ലാവരോടും ഞാൻ അന്നേ എന്നാ ഡൗട്ട് എന്നാ? ഷോർട്സാ? എല്ലാ ദിവസവും ഷോർട്സ് ഇടണമെന്ന് ഞാൻ പറഞ്ഞതിൽ പ്രത്യേകിച്ച് ചോദിക്കണം, ഇടണോ എന്നുള്ളത്. എല്ലാം തെറ്റിക്ക്. ഏതെങ്കിലും നേരത്ത് കൊണ്ടുപോയിട്ട് അപ്ലോഡ് ചെയ്തിട്ട് എല്ലാ അൽഗോരിതവും നിങ്ങൾ തെറ്റിച്ച് വെക്ക്. ഒന്നും പറയുന്ന കേൾക്കണ്ട കേട്ടോ. എന്നാ നിന്റെ ഡൗട്ട് എന്നാ? നിനക്ക് എത്ര സബ്സ്ക്രൈബേഴ്സായി ഒന്ന് പറഞ്ഞാട്ടെ. 20K മതിയല്ല? അത്രയല്ലേ വേണ്ടൂ അല്ലേ? അതിൽ കൂടുതൽ അങ്ങോട്ടേക്ക് സബ്സ്ക്രൈബർ വേണ്ടല്ലോ. 20K മതിയല്ലേ? അതും വെച്ചിരുന്നു കണ്ട് പഠിക്ക്. അപ്പുറത്തെ ക്ലാസ്സിലെ കുട്ടീനെ കണ്ടിനാ? 100K ആണ് സബ്സ്ക്രൈബർ. വരുമാനമൊന്നും വാങ്ങണ്ട കേട്ടോ. ഇതേ ലെവലിൽ പോയി കഴിഞ്ഞാൽ ആർക്കും ഒരു വരുമാനം ഉണ്ടാവില്ല. മാസത്തിൽ നല്ല വരുമാനം വേണമെന്നുണ്ടെങ്കിൽ നല്ലോണം പഠിച്ചോളാം. അപ്ലോഡ് ചെയ്യാനും പഠിക്കണം, ഷോർട്സ് ഇടാനും പഠിക്കണം, വീഡിയോസ് ഇടാനും പഠിക്കണം. ലൈവിൽ വരാനാ? ഇപ്പോഴേയാ? നിനക്കെത്ര സബ്സ്ക്രൈബർ? 10. നല്ല ബൂതി തന്നെ. ലൈവിലൊന്നും വരാനായിട്ടില്ല, ഞാൻ പറയും. അന്നേരം നീ ലൈവിൽ വന്നാൽ മതി കേട്ടോ. ഇപ്പം നീ അതിനൊന്നും ആയിട്ടില്ല. അയ്യടാ, ക്ലാസ്സിൽ വന്ന് ഇരുന്നില്ല, അതിന് വേണ്ടി അവന് ലൈവിൽ വരണം പോലും. അതെല്ലാം പിന്നെ ചെയ്യാം, അതിന് സമയമാകുമ്പോൾ ഞാൻ പറയും. ബാക്കി ലൈവിൽ വരുന്ന ആൾക്കാർക്കെല്ലാം അറിയാലോ. അപ്പോൾ കറക്റ്റ് രാത്രി 12 മണിയാകുമ്പം എല്ലാവരും ലൈവിൽ എത്തിക്കൊള്ളണം. ഇനി മറന്നുപോയി ഉറങ്ങിപ്പോയി എന്നൊന്നും പറയാൻ നിൽക്കണ്ട. അപ്പോൾ അതിന് മാർക്ക് അല്ലെങ്കിൽ ഞാൻ എന്തായാലും കുറക്കും. കേട്ടിനല്ലോ? ഇനി ആരും കേട്ടിട്ടില്ല ആയിട്ടില്ല എന്നൊന്നും പറയാൻ നിൽക്കണ്ട. ഇപ്പം തന്നെ ആടാ നോട്ട് ചെയ്ത് വെച്ചോ. നിന്നോട് ഞാൻ അന്നേ വീഡിയോസ് ഇടുമ്പോൾ പറഞ്ഞിട്ടില്ലേ, ഇട്ടതന്നെ ഇട്ടോണ്ടിരിക്കലാന്ന്? നിനക്ക് എത്ര റീയൂസ്ഡ് കണ്ടന്റ്? ഇതിൽ നിന്നോട് അന്നേ ഞാൻ പറഞ്ഞതല്ലേ ശ്രദ്ധിക്കണമെന്ന്. രമ്യനെ കണ്ട് പഠിക്ക്. അവിടെ ഒറ്റ റീയൂസ്ഡ് കണ്ടന്റ് പോലും വന്നിട്ടില്ല, അതറിയാം എനിക്ക്. മനസ്സിലായാ? ഒറ്റ കോപ്പി റൈറ്റുകൾ അടിച്ചിട്ടില്ല, അതറിയാം. അത്ര പോലും ശ്രദ്ധിച്ചിട്ടോള് പാട്ടും മ്യൂസിക്കും ഇടുന്നത്. നീ അതൊന്നും ശ്രദ്ധിക്കാൻ ഇട്ടിട്ടില്ല. നിനക്ക് എല്ലാ പോയിന്റും പോയത്. ഇനി പേടിയാ നിനക്ക് കിട്ടുക? ഒരു ഹൈപ്പ് പോലും കിട്ടിയിട്ടില്ല നിന്റെ വീഡിയോന്. കിട്ടീനാ? എല്ലാ കോപ്പി റൈറ്റും വെച്ചിട്ട് എല്ലാ വരുമാനവും നീ കളഞ്ഞോട്ടാ. നല്ല മാർക്ക് വാങ്ങി നല്ല രീതിയിൽ യൂട്യൂബിൽ വരുമാനം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എല്ലാവരും നന്നായിട്ട് ഇരുന്ന് പഠിച്ചോളാം. അടുത്ത ദിവസം വരുമ്പോൾ ഹോംവർക്ക് ഞാൻ എല്ലാവർക്കും തരുമെന്ന്. എല്ലാവരും പുതിയൊരു വീഡിയോ, അത് എല്ലാവരും നാളെ ഏതായാലും ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഒരു കാര്യം ചെയ്യും, ഒരു ഹോംവർക്കായിട്ട് എടുത്തോ. ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എല്ലാവരും ചെയ്തിട്ടുണ്ട്. ഇത് മസ്റ്റാണ്. ആരും അതിന് ഞാൻ ചെയ്തിട്ടില്ല, സമയം കിട്ടിയിട്ടില്ല, പെട്ടെന്ന് ഇറങ്ങി ഓടിയതാണ്, അതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല, വീഡിയോ എടുത്തു തരാൻ ആളുണ്ടായിട്ടില്ല, ലൈറ്റ് ഉണ്ടായിട്ടില്ല. ഇതൊന്നും ഒരു കാരണമല്ല. ഇതൊന്നും എനിക്ക് കേൾക്കും വേണ്ട. നിർബന്ധമായിട്ടും എല്ലാവരും നാളെ വരുമ്പോൾ ഇങ്ങോട്ടൊക്കെ പറയുന്നത് ശ്രദ്ധിക്കേ. എന്തെന്നാണിത്? എല്ലാവരും നാളെ വരുമ്പോൾ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എടുത്തിട്ടുണ്ടാവണം. നല്ല അടിപൊളി വീഡിയോ ആയിരിക്കണം, എഡിറ്റിങ് സൂപ്പർ ആയിരിക്കണം, പാട്ട് നല്ല അടിപൊളി ഇട്ടിട്ടുണ്ടാവണം, കോപ്പിറൈറ്റ് ഉണ്ടാകാൻ വേണ്ടി പാടില്ല, റീയൂസ്ഡ് കണ്ടന്റ് ഉണ്ടാകാൻ വേണ്ടി പാടില്ല. ഇനി മുമ്പ് എടുത്തത് അതിനകത്ത് ഇട്ടിട്ട് ചെന്നാൽ പറ്റിക്കാമെന്ന് നോക്കണ്ട, അത് നടക്കുന്ന കാര്യമല്ല. അതെല്ലാം ഞാൻ ചെക്ക് ചെയ്യും. അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ നാളെ വരുമ്പോൾ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എടുത്തിട്ട് വരിക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്തായാലും സ്റ്റോപ്പാക്കിയെന്ന്. അപ്പോൾ നാളെ എല്ലാവർക്കും കാണാം. ശരി.